ബ്രെഡ് വെച്ച് നമുക്ക് കുനാഫ പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, അതിലേക്ക് കുറച്ചുകൂടി പാലൊഴിക്കുക, നന്നായിട്ട് ഇളക്കുക, മിക്സ് ചെയ്യുക. ഇതേപോലെ കിട്ടും, പക്ഷെ അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, നല്ലപോലെ ഇളക്കണം. അത് കഴിഞ്ഞ് കുറച്ച് പാലിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടി വെച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാര്യം അടിയിൽ കുറച്ച് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ നല്ലപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വച്ചേക്കും. പിന്നെ നമ്മൾ ബ്രെഡ് എടുക്കുന്നുണ്ട്. ബ്രെഡ് സൈഡൊന്നും കട്ടൊന്നും ചെയ്യുന്നില്ല, ബ്രെഡ് എടുക്കുക, അത് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലം ഉണ്ടാക്കുന്നത് ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ്. ഇത് ഒരു ട്രെസ്ലെച്ചസ് കേക്ക് വാങ്ങിയ പാത്രമാണ്. അപ്പോൾ അതിലേക്ക് ബ്രെഡ് ഇതേപോലെ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ സിറപ്പും കൂടി ആഡ് ചെയ്യുക. ഇത് സംഭവം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഫ്രഷ് സ്ട്രോബെറി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്കിത് കഴിച്ചപ്പോൾ തോന്നി കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഒരു ബ്രെഡിൻ്റെ ലെയർ കൂടി വേണം. എന്താണെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര തിൻ ലെയറായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനൊരു ലെയർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സെയിം പ്രോസസ്സ്. പിന്നെ ഇത് കുനാഫ ഡോയാണ്. ഡോ ഞാൻ ബട്ടറിലിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും കൂടി നമുക്ക് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ മേളിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താലും സെയിം ഓക്കെ ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ വെറുതെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്താലും ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ചുമ്മാ ഇതിൻ്റെ മേളിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ജസ്റ്റ് ഒന്ന് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അത്രേ ഉള്ളൂ പരിപാടി. നമുക്ക് ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് ബാക്കി വന്ന സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ആ പരിപാടിയാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് നമ്മളിതേ സ്ട്രോബെറിയുടെ സിറപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതേ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങനെയൊക്കെ വരച്ചു കൊടുത്ത് ഇതേപോലെയൊക്കെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിലേക്ക് കയറ്റുക. അത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. തണുപ്പില്ലാതെ കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. തണുപ്പുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് പാലും പിന്നെ കുറച്ച് ബ്രെഡും കൂടി ബാക്കി വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമുക്ക് വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. ഇതേപോലത്തെ കണ്ടെയ്നർ. ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടും കേട്ടോ. പക്ഷേ ഇത് ബിരിയാണി വാങ്ങിയതിൻ്റെ അല്ല, ഇത് ചെറുതായിരുന്നു വളരെ. ഇതേപോലെ ബ്രെഡ് വെച്ചപ്പോൾ തന്നെ അത് അത്യാവശ്യം നിറഞ്ഞു. അപ്പോൾ നമ്മൾ അതിലേക്ക് ആ സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുനാഫ ഡോ ഇല്ല, നമ്മളത് ഉള്ളതൊക്കെ അതിൽ ആഡ് ചെയ്തു. അപ്പോൾ അത് കാരണം നമ്മളിതിൽ ജസ്റ്റ് ക്രീം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ക്രീം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഈ വീട്ടിൽ ബാക്കി വരുന്ന സാധനങ്ങൾ വെച്ച് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വലിയ ആൾക്കാർക്കും കഴിക്കാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വെറുതെ കണ്ടിരുന്നാൽ പോരാ. ഇത് വെറുതെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കമൻറ്റ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.